പത്തനാപുരവും പരിസര പ്രദേശങ്ങളും ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ അധികൃതർക്കെതിരായ പ്രതിഷേധവും പ്രദേശത്ത് ശക്തമായി. ഒഴിഞ്ഞ പാത്രങ്ങളുമായി ജനങ്ങൾ കുടിവെള്ള വണ്ടി വരുന്നതിനായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട ഗതികേടാണ് ഇവിടെ. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജനപ്രതിനിധികളെ സമീപിക്കുമ്പോൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരെ പഴി പറഞ്ഞ് രക്ഷപ്പെടുകയാണത്രേ. വില്ലേജ് ഓഫീസറെയോ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെയോ സമീപിച്ചാൽ വാർഡ് മെമ്പറെ പഴി പറഞ്ഞാണ് ഇവർ രക്ഷപ്പെടുക. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരസ്പരം പഴിചാരി രക്ഷപ്പെടുമ്പോൾ കുടിവെള്ളം ലഭിക്കാതെ ഇവിടെ ഒരുപറ്റം ജനങ്ങൾ നരകയാതന അനുഭവിക്കുകയാണ്. വില്ലേജ് ഓഫീസറെ ഞാൻ വിളിച്ചു പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് വെള്ളം വേണം, പടയപ്പള്ളി അടുത്ത് വെള്ളമില്ല, കുടിവെള്ളമാണ് വേണമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ ഓഫീസിലോട്ട് പോയിട്ട് തീരുമാനിക്കാം. എന്നിട്ട് വീണ്ടും വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ് 2 വണ്ടിയുണ്ട്, 20 വാർഡ് പോകണം, വീണ്ടും ഒരു വണ്ടി ഞങ്ങൾ പ്രൈവറ്റായിട്ട് എടുക്കുന്നുണ്ട്, ആഴ്ച 3 ദിവസം കഴിവത് നിങ്ങൾക്ക് വെള്ളം തരാമെന്ന്. 12 മണിക്ക് വീണ്ടും സാറ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാം വെള്ളം താ വിടുന്നുണ്ട് പഴയപള്ളി എടുത്തോട്ടെന്ന്. അങ്ങനെ ഞാൻ എല്ലാവരുടെ ചുറ്റുവട്ടം എല്ലാം പറഞ്ഞ് എല്ലാവരും പാത്രം കൊണ്ടുവച്ച് ഇപ്പം വരും എന്ന് പറഞ്ഞ് 1 മണിയായപ്പം വീണ്ടും ഞാൻ സാറിനെ വിളിച്ച് സാറ് പറഞ്ഞ് വെള്ളം വരും, നിങ്ങൾക്ക് വെള്ളം തന്നതിന് ശേഷമേ ഞങ്ങൾ ഊണ് കഴിക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ് കുറേ കഴിഞ്ഞ് വീണ്ടും സാറ് വിളിച്ചിട്ട് പറയാം മെമ്പറെ വിളിച്ച് പറ, പിന്നെ ആണെങ്കിൽ ഇവിടെ ഏതോ ഭാഗത്തോട്ട് വെള്ളം പോയിട്ടുണ്ട്, മെമ്പർ ഇങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന്. മെമ്പറെ വിളിച്ചപ്പം പറയാ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, വില്ലേജ് ഓഫീസറെ വിളിച്ച് പറയുന്നു. നമ്മൾ സാറ് വിളിച്ചിട്ടാ തന്നെ ഞാൻ വിളിച്ചതെന്ന്. അപ്പോഴും വില്ലേജ് മെമ്പർ പറഞ്ഞ് വെള്ളമില്ല, നിങ്ങൾക്ക് മെനഞ്ഞാന്ന് തന്നല്ലോ. അപ്പം ഞാൻ 4-5 ദിവസം മുമ്പാണ് ഞങ്ങൾക്ക് വെള്ളം തന്നത്, അതുകൊണ്ട് ഇപ്പം വെള്ളമില്ലെന്ന്. തിങ്കളാഴ്ച ദിവസമാണ് വില്ലേജ് ഓഫീസർ മുഖാന്തരം ഞങ്ങൾക്ക് വെള്ളം കിട്ടിയത്. പിന്നെ ഇത്രയും ദിവസം വെള്ളമില്ല, ഞങ്ങൾ മെമ്പറെ അല്ല വിളിച്ചത്, മെമ്പറെ വിളിച്ചാൽ വെള്ളം കിട്ടത്തില്ല ഞങ്ങൾക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് വില്ലേജ് ഓഫീസറെ വിളിച്ചത്. അപ്പം വില്ലേജ് ഓഫീസർ വിട്ട വെള്ളം മെമ്പർ തട്ടി വേറെ ഭാഗത്ത് കൊണ്ടുപോയി. ഇപ്പം വീണ്ടും സാറാണെങ്കിൽ സങ്കടപ്പെടുക, ഞങ്ങൾ വിട്ടതാണ് വെള്ളം, മെമ്പറാണ് വഴി വെച്ച് തടഞ്ഞു കൊണ്ടുവരാൻ. നാളെ അതുകൊണ്ട് സാറ് പറഞ്ഞ് പഞ്ചായത്തിന്റെ കെയറോഫിൽ ഇനി കമ്മിറ്റി വിളിക്കാമെന്ന്. ഇനി അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പഞ്ചായത്തിന്റെ ആയിട്ട് വെള്ളം ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. 10-30 വീട്ടുകാർ പാത്രമെല്ലാം ഇവിടെ പറക്കൊണ്ട് വെച്ചേക്കുക. അപ്പൊ ഈ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളമില്ല, ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല. മെമ്പർ ആണെങ്കിൽ 1-2 ഒരു തവണ പോലും ഞങ്ങൾക്ക് ഇറക്കി തന്നിട്ടില്ലെന്നാ തന്നായിരുന്നു, ഇല്ല. അന്നേരം വില്ലേജ് ഓഫീസറെ വെള്ളം കൊണ്ട് തരാമെന്ന് പറഞ്ഞാലും മെമ്പർ പറയുന്നത് വെള്ളം ഇവിടെ എത്തിക്കത്തില്ല, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വെള്ളം അത് മെമ്പർ കൊണ്ട് കൊടുക്കും. സ്ഥിരം വെള്ളാർ മണ്ണിലെ വെള്ളം കൊണ്ട് കൊടുക്കുന്നത്. അന്ന് വെള്ളം എത്തിയിട്ട് ഒരുപാട് നാളായി ഞങ്ങളിവിടെ വെള്ളത്തിന് വേണ്ടി ഇത്ര ഈ 10 രാവിലെ മുതൽ വരുമെന്ന് പറഞ്ഞ വെള്ളം ഇത്ര നേരമായിട്ട് വെള്ളം വന്നില്ല. 12 മണിക്ക് ജുമാക്ക് പള്ളിയിൽ പോയ നേരത്ത് ഞങ്ങൾ ഇവിടെ വന്ന് കാവിലേക്കുമായിരുന്നു. ഞങ്ങൾ നമസ്കാരം തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പോയിട്ട് ഇത്ര നേരമായിട്ട് വെള്ളം വന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് 3:30 ആകുമ്പോൾ വെള്ളം വരുമെന്ന് പറഞ്ഞ്, പക്ഷെ 3:30 ആവുന്ന വെള്ളം ഇതുവരെ വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.